നോർമൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ദൈവം. കൃഷ്ണ ഭഗവാനുമായി അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം? 5 ലാംഗ്വേജിൽ 5 ഭാഷകളിൽ പാട്ട് എഴുതും, ട്യൂൺ ചെയ്യും. എനിക്ക് ട്യൂണോട് കൂടിയാണ് പാട്ട് വരും. ലിറിക്സ് എഴുതി ട്യൂൺ ചെയ്ത് പാടുന്ന കഴിവുള്ള ആൾക്കാർ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ ഇത് 3 ചെയ്യാൻ കഴിവുള്ള ആൾ. 5 ഭാഷകളിലായിട്ട് കോർത്തിണക്കിയൊരു 2 വരികൾ വെച്ച് പാടാൻ കഴിയും കൃഷ്ണ ഭഗവാനെ പറ്റി പെട്ടെന്ന് പറഞ്ഞാൽ? 5 ഭാഷകളിലും കൃഷ്ണനെ പറ്റിയിട്ടോ? അത് ഇത്തിരി മലയാളത്തിൽ ആണ് എനിക്ക് കൂടുതൽ വരാ ഈ ഭക്തി ഗാനങ്ങൾ. കൃഷ്ണനെ പാടിയാൽ കൃഷ്ണനെ പാടിയാൽ എന്തൊരാനന്ദം. ഞാൻ പറഞ്ഞതിൻ്റെ 1000 ടൈംസ് 1000 മടങ്ങ് വാങ്ങിച്ചു മൂപ്പര്. അതാണ് ദൈവം. ദൈവം കൊടുത്താലും അങ്ങനെയാണ്, എടുത്താലും അങ്ങനെയാണ്. കൊടുക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ 10 പൈസ കൊടുത്താൽ 1000 കണക്കിന് 1000 മടങ്ങ് തിരിച്ചു തരും. അത് എല്ലാവരും പറയും, നമ്മൾ 2 കാല് വെച്ചാൽ 10 കാല് വെക്കുന്നൊക്കെ പറയും. പക്ഷെ ആർക്കും എന്നെപ്പോലെ ആധികാരികമായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ വെറുതെ കുറവാണ്. വെറുതെ പറയും, നീ 2 കാല് വെച്ചാൽ അപ്പുറത്ത് ദൈവം 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുന്നൊക്കെ എല്ലാവരും പറയണതല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ 10 സ്റ്റെപ്പ് ഭഗവാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ അനുഭവിച്ചതിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 100% ഷാർപ്പ്. നടന്നതും നടത്തിയിട്ടുള്ളതാണ് ഞാൻ പറയണത്. അപ്പം അധികാരത്തോടെയും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അവരൊക്കെ പറയണത് ഒരു കോമൺ ഇതിലിപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ സയൻസ് അല്ലേ അതല്ലേ ഇതല്ലേ, അതൊക്കെ ഒരു കോമൺ ബേസിൽ നിന്നിട്ട് ചോദിക്കണ പോലെയാണ്. ഒരു നോർമൽ പീപ്പിളിന് ഒരു ലെവൽ വരെ ചിന്തനാശക്തിയുള്ളൂ. ചിന്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സയൻറ്റിസ്റ്റുകൾക്കൊക്കെ നോർമലാണോ? അല്ല. കാരണം അവരുടെ ചിന്ത കുറച്ച് വേറെ ഇതിലാണ്. അപ്പോൾ അവർ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മളെക്കാട്ടിലും ഇല്ലേ? നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ ചിന്താശക്തി കൂടുതൽ, അവരുടെ അറിവോ എന്തോ ആട്ടെ, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം നോർമൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ദൈവം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കും. എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെല്ലാം വിശ്വസിക്കും, തൊഴും, പോകും. വിശ്വസിക്കില്ല എന്നല്ല പറയണത്, അറിയുക എന്ന് പറയുന്നത് പറയാം, വിശ്വസിക്കുന്നത് പറയാം. അത് അനുഭവങ്ങളിലൂടെയാണ് അറിയുന്നത്. അനുഭവം കൊണ്ടാണ്. രണ്ടാമത് കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നമ്മൾ നോർമൽ മനുഷ്യന്മാർക്ക് സംഭവമായിട്ട് കണക്റ്റ് ആവുന്നതാണോ? അല്ല, സംഭവങ്ങളെ കണക്ട് ചെയ്യാൻ അറിയില്ല നോർമൽ മനുഷ്യന്മാർക്ക്. അതായത് നമുക്ക് ഇന്നൊരു കാര്യം സംഭവിക്കണമെങ്കിൽ അതൊരു വേറൊരു റീസണിൻ്റെ കണക്റ്റാണ് ഇന്ന് സംഭവിക്കുന്നത്. there is some connection between us, that is why I am sitting in front of you now. മനസ്സിലായോ? അത്തരമൊരു തോന്നലാണ് ആ ബാക്ക് മീഡിയയിലേക്ക് എത്തിച്ചത്. അതെ, ആ കണക്റ്റിംഗ് ഉള്ളതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ല, പുറപ്പെട്ടാലും വരില്ല. അപ്പം ആ കണക്റ്റിംഗ് അറിയണത് അതിന് ഒരു ചെറിയ ഒരു അപ്പർ ലെവലിൽ വരണം. നോർമൽ മനുഷ്യന്മാരുടെ ലെവലിൽ നിന്ന് അപ്പർ ലെവലിൽ വരണം. അത് ദൈവം കൊടുക്കുന്നതാണ്, അല്ലാണ്ട് നമ്മുടെ കഴിവും പഠിച്ചുണ്ടാക്കുന്നതൊന്നുമല്ല. ഇപ്പോൾ IAS പഠിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത കഴിവാണ്, അതുകൊണ്ട് അവൻ പഠിച്ച് മേലെ വരണു. അല്ലാണ്ട് അവൻ്റെ കഴിവല്ല അത്. ഗോഡ് ഈസ് ആൾറെഡി ഗിവൺ ടു ഹിം. ദൈവം കൊടുത്തു കഴിഞ്ഞു, അതിനെ യൂസ് ചെയ്യണം. അതും യൂസ് ചെയ്യാൻ പറയുന്നതും ദൈവമാണ്. നമുക്കത് പക്ഷേ നോർമൽ മനുഷ്യനാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാം ചെയ്തുകൂടെ? ചെയ്യില്ല. ഹീ വിൽ മേക്ക് യു ഡു തിങ്സ്. നിങ്ങൾ ചീത്ത ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ വിടും. then he will give the punishment. ഈ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഈ കൃഷ്ണ ഭഗവാനുമായി അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം? ഓക്കെ, അതായത് കൃഷ്ണൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 5 ലാംഗ്വേജിൽ 5 ഭാഷകളിൽ പാട്ട് എഴുതും, ലിറിക്സ് എഴുതും, ട്യൂൺ ചെയ്യും. എനിക്ക് ട്യൂണോട് കൂടിയാണ് പാട്ട് വരും. പാടുകയും ചെയ്യും, ഒരുവിധം നന്നായിട്ട് പാടുകയും ചെയ്യും. 5 ഭാഷകളിൽ ലിറിക്സ് എഴുതി ട്യൂൺ ചെയ്ത് പാടുന്ന കഴിവുള്ള ആൾക്കാർ എൻ്റെ അറിവിൽ ലോകത്തുണ്ടാകാൻ വളരെ റെയറാണ്. മേ ബി ഐ എം ദ ഓൺലി പേഴ്സൺ. In 800 population in the world,
ആൾമോസ്റ്റ് 800 ഐ തിങ്ക്. അതിൽ കുട്ടികളും മൈനേഴ്സിനെയൊക്കെ വിടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 500 crores. അതിൽ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ ഇത് മൂന്നും ചെയ്യാൻ കഴിവുള്ള ആൾ. ഏതാ? പാട്ട് എഴുതും, ഈണം ഉണ്ടാവും. മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോയിട്ടാണ് പൊതുവെ ഈണമൊക്കെ കൊടുക്കുന്നത്. അത് വേണ്ട, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ആൻഡ് ദെൻ ഐ വിൽ സിങ്. ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ അത്രയ്ക്കും എനിക്ക് പാടാനും കഴിവുണ്ട്. അപ്പോൾ ഈ 3 കഴിവുള്ള ഒരാൾ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഇല്ല. ഇതിപ്പോൾ ഞാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നാളെ ആരെങ്കിലും വന്നാലും വരാം. ഈ ഈ ഇപ്പോഴുള്ള അറിവിലില്ല. അവർക്ക് ബാക്കിയുള്ളവരുടെ സഹായം വേണ്ടി വരും. ഒന്നിൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ പാടാൻ വേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതിൽ കൃഷ്ണൻ്റെ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ പാട്ടുകൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഞാൻ വല്ലാണ്ട് ഡെയിലി പോയി തൊഴുതിട്ട് എനിക്ക് പാട്ട് വേണമെന്നൊന്നും ഞാൻ പറയാറില്ല. അതങ്ങനെ ഒരു എന്താ പറയുക, തനിയെ വരും, കൃഷ്ണൻ്റെ പാട്ട് വരും. അതിപ്പോൾ കൃഷ്ണഭക്തനായ ഒരു സംഗീത സംവിധായകനോ അല്ലെങ്കിൽ കോമൺ മാനോ പാട്ട് പാടാൻ കഴിയാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയുള്ളൂ. പക്ഷേ എനിക്ക് മറ്റേന്താണ് സംഗീതം പഠിച്ച്, നിങ്ങൾ പറഞ്ഞപ്പോൾ സംഗീത സംവിധായകൻ എന്നൊക്കെ പറഞ്ഞു, അവരൊക്കെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. ബട്ട് ഐ ആം നോട്ട് എ പ്രൊഫഷണൽ പേഴ്സൺ. ഐ ആം എ നോർമൽ മാൻ, വെരി വെരി നോർമൽ മാൻ. സംഗീതം പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഇതൊന്നുമില്ല. ഞാൻ എഴുതും, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈണം വരും, ഞാൻ പാടുകയും ചെയ്യും. ഈ 5 ഭാഷകളിലായിട്ട് കോർത്തിണക്കിയൊരു 2 വരികൾ വെച്ച് പാടാൻ കഴിയുമോ കൃഷ്ണഭഗവാനെ പറ്റി പെട്ടെന്ന് പറഞ്ഞാൽ? 5 ഭാഷകളിലും കൃഷ്ണനെ പറ്റിയിട്ടോ? ആ, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം മലയാളത്തിൽ ആണ് എനിക്ക് കൂടുതൽ വരാ ഈ ഭക്തിഗാനങ്ങൾ. അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് പാടാം ഫസ്റ്റ്. സ്വന്തം ലിറിക്സ് ഉള്ള 2 വരി. സ്വന്തം ലിറിക്സ്. കൃഷ്ണനെ കാണുവാൻ എന്തൊരഴക്, കൃഷ്ണനെ കാണുവാൻ എന്തൊരഴക്, കൃഷ്ണനെ പാടിയാൽ, കൃഷ്ണനെ പാടിയാൽ എന്തൊരാനന്ദം, കൃഷ്ണനെ പാടിയാൽ എന്തൊരാനന്ദം, കൃഷ്ണനെ കാണുക, എൻ്റെ കൃഷ്ണനെ കാണുക, വെണ്ണ കൃഷ്ണനെ കാണുക, ഉണ്ണികൃഷ്ണനെ കാണുവാൻ എന്തൊരഴക്. അപ്പോൾ ഇത്രയും സ്പോണ്ടേനിറ്റി ആയിട്ട് പാട്ട് എഴുതാൻ കഴിയും. ഇത് ഞാൻ ആൾറെഡി എഴുതിയതാണ്. ഇതേപോലെ പെട്ടെന്ന് എഴുതാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അത് അങ്ങനെ നമ്മൾ വേണിച്ചിട്ട് പോയി എഴുതുന്നതല്ലല്ലോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതുപോലെ ശിവൻ്റെ വരും, ശിവൻ്റെ പാട്ടുണ്ട്, മുരുകൻ്റെ പാട്ടുണ്ട്, കൃഷ്ണൻ, ശിവൻ, മുരുകൻ, ഇതാണ് ഇപ്പം എൻ്റെ വന്നിട്ടുള്ളത് ആൾറെഡി. ഈ ഋഷി സുനക്കിനെ പോലെ പുറത്തു വരാത്തതായി താങ്കൾ ഇപ്പോൾ പ്രവചിച്ച അല്ലെങ്കിൽ സോൾ തൊട്ട് പ്രവചിച്ച മറ്റേതെങ്കിലും ഒരു സന്ദർഭമുണ്ടോ? ആക്ച്വലി ഋഷി സുനക്കിൻ്റെ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. നോർമൽ എലക്ഷൻ അത് എങ്ങനെ വന്നു ഋഷി സുനക്കിൻ്റെ. പക്ഷേ റീസെൻ്റായിട്ട് വന്നതിൽ ഒന്ന് അയ്യപ്പൻ്റെ ഇഷ്യൂ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല ഇഷ്യൂ. സ്വർണ്ണക്കുള വിഷയം പ്രഡിക്റ്റ് ചെയ്തിരുന്നു? അല്ല, നോ, ഇല്ലില്ല. ശബരിമല ഇഷ്യൂവിൽ അതൊന്നും പ്രഡിക്ഷനൊന്നും ചെയ്തിട്ടില്ല. ശബരിമല അയ്യപ്പനെ ടച്ച് ചെയ്താൽ അടി കിട്ടും എന്നുള്ളത് മാത്രമേ എനിക്കറിയുന്നുള്ളൂ. വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും വരുന്നില്ല. പക്ഷേ ഇപ്പം ശബരിമല ഒരു 15-20 ദിവസം, ഒരു മാസം മുമ്പ് വന്ന ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ വന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റാണത്. അതൊരു ചിന്തയാണ്. ശബരിമല ആദ്യം വന്നത് താമ്പൂല പ്രശ്നം നോക്കണം ശബരിമലയ്ക്ക്. പിന്നെ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം സ്വർണ്ണ പ്രശ്നം നോക്കണം എന്നാണ് എനിക്ക് വന്നത്. അത് പറയാൻ കാരണം ശബരിമലയിൽ ഒരു സ്വർണ്ണ പ്രശ്നം വെക്കുന്നത് ശബരിമലയ്ക്കും നാടിനും നല്ലതാണ് എന്നുള്ള ഒരു ഇതുണ്ട് എൻ്റെ പേര്. അപ്പം
ഈ പറഞ്ഞതിൽ എന്താണ് ആധികാരികത അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മോസ്റ്റ്ലി ഇവർ സ്വർണ്ണപ്രശ്നം വയ്ക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളോ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നോ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പ്രശ്നം വയ്ക്കുമ്പോൾ. അതൊന്ന്. രണ്ടാമത്തത്, ട്രംപിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയപ്പം നിറയെ എന്തൊക്കെയോ ഇഷ്യൂസ്, ടാക്സ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, കുറേ പേരെ അയക്കുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറയെ പേർക്ക് വിഷമം വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിറയെ ജനങ്ങളെ ഹർട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് ട്രംപ് വിൽ നോട്ട് ബി ആക്റ്റീവ് വിത്തിൻ 6 months. അതെൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അത് കാരണം ഇതാണ്, നിറയെ പേരെ മൂപ്പര് വേദനിപ്പിച്ചു. അപ്പം അത്രയും ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറയണത്, ട്രംപ് ഒന്നുകിൽ രാഷ്ട്രീയം വിടണം, ഇനാക്റ്റീവ് ആകണം. അതാണ് ഇനാക്റ്റീവ്. എന്ത് സെൻസിൽ വേണമെങ്കിലും ആകാം. എയ്തർ ഈ മേ മൂവ് ഫ്രം പൊളിറ്റിക്സ്. ആക്റ്റീവ് പൊളിറ്റിക്സ് എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനാക്റ്റീവ് ആയല്ലോ, നോർമൽ ലൈഫിൽ പോകണമെങ്കിൽ. അല്ല, ഈ മേ ബി അഫക്റ്റഡ് ബൈ എന്തെങ്കിലും സംഭവിക്കാം. എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ബട്ട് ഇതൊന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയത്, ഇപ്പോൾ ഒന്ന് മീൻസ് ഈ റീസെൻറ്റ് ടൈംസിൽ തോന്നിയതാണ്. ദാറ്റ് ഈസ് സംതിങ് ഫ്യൂച്ചർ. അതൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ, എനിക്കത് മനസ്സിൽ തട്ടി. ഏത് നിറയെ പേരെ ദ്രോഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. എനിക്ക് ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഞാനില്ല, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ന്യൂസും എനിക്കറിയില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതരായ നേതാക്കളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ആത്മീയ ആചാര്യന്മാരുടെയോ സിനിമാക്കാരുടെയോ ആരുടെയെങ്കിലും മരണം ഇതേപോലെ ഇൻസ്റ്റൻ്റായി മനസ്സിലാക്കി? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവരായിട്ട് എന്തെങ്കിലും കണക്ഷൻ, സോൾ കണക്ഷൻ വേണം. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മൾ അങ്ങനെ ആരുമില്ല നമുക്ക്. ആസ് ഇറ്റ് ഈസ് വളരെ ക്ലോസ് ഇതാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ആരുമില്ല. ഫ്യൂച്ചറിൽ വരാം, നമുക്കറിയില്ലല്ലോ അത് എന്നാണ് വരിക. നാളെ വേറൊരു ന്യൂസ് വന്നിട്ട് ഒരാളെ അയാൾ ഇഷ്ടപ്പെടാനോ അയാളെ കൂടുതലായിട്ട് അടുക്കാനോ, എനിത്തിങ് ഷുഡ് ടച്ച് മൈ ഹാർട്ട് ആൻഡ് സോൾ. ഇപ്പോൾ ഞാൻ താങ്കളോട് സംസാരിച്ചിരിക്കുമ്പോൾ എന്നെ പറ്റിയൊരു ഇല്ല, നമ്മൾ സംസാരിച്ചത് ജനറൽ ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങളെ പറ്റി പറയണമെങ്കിൽ യു ഷുഡ് ബി ഓപ്പൺ ടു മീ. ഓക്കെ, നമ്മൾ രണ്ടുപേരല്ല സംസാരിക്കണത്, നമ്മൾ പൊതുവായ കാര്യങ്ങളല്ല സംസാരിക്കണത്. യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു മീ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴേ അത് ഓപ്പൺ ആവുള്ളൂ. നിങ്ങൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ.